നവംബർ മാസം 1-ാം തീയതി മുതൽ ഡിസംബർ മാസം 31-ാം തീയതി വരെ 2 മാസം ഹോപ്പ് ഇൻ ജീസസ് മിനിസ്ട്രി മിഷൻ മന്ത്സ് ആയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും 2013 കർത്താവിന്റെ വേല ഇനിയും നന്നായിട്ട് ഇനിയും അധികമായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് ദൈവത്തിന്റെ ആലോചനയ്ക്കായിട്ട് കാത്തിരിക്കുന്ന 2 മാസങ്ങളാണ്. പ്രധാനമായിട്ടും 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മിനിസ്ട്രി ഈ വർഷം പ്രാർത്ഥിക്കുന്നത്. 5 things. 1, നമ്മുടെ നോർത്ത് ഇന്ത്യൻ മിഷൻസ്, ഉത്തരേന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മിഷൻ പ്രവർത്തനങ്ങൾ. 2002 ആയപ്പോൾ 2002-2003 വർഷങ്ങളിൽ ഹരിയാനയിലും പഞ്ചാബിലും മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇന്ന് ആ 2 സ്ഥലത്തും ഹോപ്പ് ഇൻ ജീസസ് ചർച്ചുകൾ ദൈവം കൃപയാൽ നൽകിയിട്ടുണ്ട്. പുതിയ സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹോപ്പ് ഇൻ ജീസസ് മിഷൻ സെന്റർ സ്ഥാപിക്കുവാനും അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാനും സുവിശേഷത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്ന് അനേകരെ രക്ഷ പ്രാപിക്കുവാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. 2ാമത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പുതിയ പ്രത്യാശ കേന്ദ്രങ്ങൾ, സെന്റേഴ്സ് ഓഫ് ഹോപ്പ്. ഈ വർഷം കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നത് കർണാടകയിൽ ദൈവം ഒരു പ്രത്യാശ കേന്ദ്രം നൽകുവാനായിട്ട്, പ്രത്യാശ കേന്ദ്രത്തിലൂടെ അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ, കന്നഡയിൽ ബൈബിൾ പഠിപ്പിക്കുവാനും എല്ലാം ദൈവം ഞങ്ങളെ സഹായിക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. 3ാമത് നമ്മൾ മിഷൻ മന്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഹോപ്പ് ഇൻ ജീസസിന് നൽകിയിട്ടുള്ള ഒരു വിഷനാണ് അണ്ടർ പ്രിവിലേജ് സ്റ്റുഡൻസിനായിട്ട് ഒരു സ്കൂൾ പണിത് അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. അതിനായിട്ട് ദൈവം തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൽ, തിരുനെൽവേലി ടൗണിൽ നിന്നും 32 കിലോമീറ്റർ ഉള്ളിലേക്ക് പനയാംകുറിച്ചി എന്നൊരു ഗ്രാമത്തിൽ ഒരു സ്കൂൾ പണിയുവാൻ ദൈവം കൃപയാൽ ഈ ദിവസം സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. അനേകര വില്ലേജസിലുള്ള ബാലന്മാരെയും ബാലികമാരും, പ്രത്യേകിച്ച് അവർ പഠിക്കാറില്ല, അവർ ചെറുതായിരിക്കുമ്പോൾ ജോലിക്ക് പോകും, അങ്ങനെയുള്ളവരെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അത് പഠിപ്പിച്ച് അവരെ മിടുക്കരാക്കണം എന്നൊരു വലിയ ആഗ്രഹം ഹൃദയത്തിലുണ്ട്. മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന മിഷണറിമാരുടെയോ പാസ്റ്റർമാരുടെയോ മക്കളെ ഫ്രീ ആയിട്ട് ഇവരെ പഠിപ്പിച്ച് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ നൽകാൻ ദൈവം ഞങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്കൂളിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോർ ചെയ്യുവാനും ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുവാനും ദൈവം കൃപയാൽ സഹായിച്ചു. നിങ്ങൾ പാർട്ട്നേഴ്സ് എല്ലാം ഞങ്ങളുടെ കൂടെ നിന്നു. സെക്കൻഡ് ഫ്ലോറും കൂടെ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ജൂൺ 1, 2013 അക്കാഡമിക്സ് സ്റ്റാർട്ട് ചെയ്യുവാൻ ദൈവം സഹായിക്കും. ഞങ്ങളതിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളോടൊത്ത് നിൽക്കാം. കർത്താവിൻ്റെ സഭയും ദൈവരാജ്യത്തിനായിട്ട് പ്രയോജനപ്പെടാം. 4ാമതായിട്ട് പ്രാർത്ഥിക്കുന്നത് ടെലിവിഷൻ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് മൊമെന്റ്സ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന TV പ്രോഗ്രാം 2000 വർഷത്തിലാണ് തുടങ്ങിയത്. 2000 വർഷത്തിലാണ് തുടങ്ങിയത്. തെലുങ്കില് ദൈവം നമുക്കൊരു TV പ്രോഗ്രാം തരുവാനായിട്ട് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 2, ദൈവം ഹിന്ദിയിൽ ഒരു TV പ്രോഗ്രാം തരണം. ഹിന്ദിയിൽ ചെയ്താൽ ഇന്ത്യയിലുള്ള ഒത്തിരി പേർക്ക് മനസ്സിലാകും, അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ അത് ഇടയായിത്തീരും. അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. യു ക്യാൻ സോ യുവർ സീഡ്സ്, നിങ്ങൾ വിതയ്ക്കണം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഏറ്റവും അവസാനം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റ് മിഷൻ മന്തിൽ ഒരു ഫുള്ളി ലൈവ് ആയിട്ടുള്ള ഒരു വെബ് ചാനൽ, ഓഫീസിലായിരിക്കുമ്പോഴോ വീട്ടിലായിരിക്കുമ്പോഴോ ആ ചാനലിലേക്ക് ലോഗിൻ ചെയ്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാനും പ്രാർത്ഥിക്കുവാനും എല്ലാം പഠിപ്പിക്കുന്ന ഒരു ചാനൽ 2013 ജനുവരി 1 മുതൽ സോഫ്റ്റ് ലൈവായിട്ട് ഓടുകയും 2013 ജൂൺ 1 മുതൽ ഫുൾ ലൈവായിട്ട് ഓടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം. അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ 5 കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ. 2, ദൈവം നിങ്ങൾക്ക് ആലോചന തരികയാണെങ്കിൽ you can support us financially and stand with us in this endeavor. Financially support ചെയ്ത് ഇതിൻ്റെ കൂടെ നിന്ന് you can sow your seeds and I am sure God will reward you because the Bible says that. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം കൃപയാൽ 2013 നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന 5 വിഷയങ്ങളുടെ മേൽ ദൈവം നമ്മളെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. Amen and amen. Hello and welcome to Moments of Hope from the Hope in Jesus Ministry. Hope in Jesus ശുശ്രൂഷയിൽ നിന്നുള്ള പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. Once again I am so happy to see my dear brothers and sisters watching this program and meeting you all and to preach the gospel of Jesus Christ. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളേവരെയും സന്ധിക്കുന്നതിലും ദൈവവചനം പ്രസംഗിക്കുന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. We were doing a series on spiritual warfare. ആത്മീക പോരാട്ടത്തെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. The last episode we learned an introduction to spiritual warfare. ആത്മീക പോരാട്ടത്തെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. Today we are going to understand how to be part of God's army.
ഇന്ന് ദൈവത്തിന്റെ രാജ്യത്തിലെ ഒരു അംഗമായിരിക്കാനായിട്ട് എങ്ങനെ കഴിയും എന്നതിനെ കുറിച്ച് നാം പഠിക്കുവാൻ But before I go on to my message, എന്നാൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നാം കടക്കുന്നതിന് can we മുൻപായി listen to a good testimony of Jesus doing a miracle in a person's life? യേശു ഒരു ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തെ നമുക്കിപ്പോൾ കാണാം. Over to miracles from Jesus. യേശുവിൽ നിന്നുള്ള അത്ഭുതങ്ങൾ എന്ന സെഷനിലേക്ക്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അനീഷ് കുമാർ. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. എൻ്റെ നാട് കണ്ണൂർ. ഞാനിപ്പോൾ താമസിക്കുന്നത് ബാംഗ്ലൂർ എന്ന സ്ഥലത്താണ്. ബാംഗ്ലൂരിൽ 2002 ഞാൻ കടന്നു വരുന്നത്. കുറച്ചു കാലങ്ങൾ ആ ഒരു അസമാധാനമായ ഒരു ജീവിതമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഒരു യഥാർത്ഥ സന്തോഷമോ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ കുടുംബ പാരമ്പര്യം നോക്കുമ്പോഴെല്ലാം രാഷ്ട്രീയത്തിന് വേണ്ടി, ഞങ്ങളുടെ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ കണ്ണൂർ തന്നെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്നും ഞാൻ ബാംഗ്ലൂരിൽ കടന്നു വന്ന് ആ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവത്തെ, ഒരു സത്യദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ആ സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി വർഷങ്ങളായിട്ടുണ്ടായ തലവേദനയാൽ ഭാരപ്പെട്ടിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ ഒത്തിരി ഹൈന്ദവ ആചാരങ്ങൾ, അതായത് ഒത്തിരി സ്ഥലങ്ങളിൽ പോവുക, ഒത്തിരി കർമ്മങ്ങൾ ചെയ്യുക, അങ്ങനെ ഒത്തിരി അന്ധവിശ്വാസങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അതിനൊന്നും എനിക്ക് താല്പര്യമില്ലെങ്കിലും അമ്മയ്ക്ക് ആ തലവേദന മാറണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ അമ്മ അത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ജീവിതത്തിൽ അത്രയും നാളും അമ്മയ്ക്ക് സമാധാനമില്ലായിരുന്നു. പക്ഷേ ഒരു സിസ്റ്റർ മുഖാന്തരം അമ്മ യേശുവിനെ അറിയുവാൻ തുടങ്ങി. ആ യേശുവിൻ്റെ അടുത്തേക്ക്, അതായത് പ്രാർത്ഥനയ്ക്കായി അമ്മ കടന്നുപോയപ്പോൾ ഒത്തിരി വർഷങ്ങളാണ്ടിരുന്ന തലവേദന മമ്മിക്ക് മാറിക്കിട്ടി. ആ ഒരു തലവേദന മാറിയപ്പോൾ എനിക്കും അത്ഭുതമായി തോന്നി. കാരണം എല്ലാ ആഴ്ചകളിൽ 5 ദിവസം ബെഡിൽ കിടക്കുന്ന മമ്മി പിന്നെ ബെഡിൽ കിടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ കണ്ടപ്പോൾ ഈ ദൈവത്തിൻ്റെ ഒരു ശക്തിയുണ്ട്, ഈ യേശുവിന് ഒരു ശക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുവാൻ തുടങ്ങി. അങ്ങനെ അമ്മയുടെ കൂടെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. പ്രാർത്ഥനയ്ക്ക് പോയി തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാൻ പറ്റാത്തൊരു സന്തോഷവും സമാധാനവും. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും, രാഷ്ട്രീയമായാലും ലോകത്തിൻ്റെ മോഹങ്ങളായാലും എല്ലാ കാര്യങ്ങളിലും ഞാൻ പോയെങ്കിലും ഒരു യഥാർത്ഥ സന്തോഷം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. പക്ഷേ യേശുവിനെ അറിഞ്ഞപ്പോൾ ഒരു ദൈവിക സന്തോഷം, കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, ഞാൻ തരുന്ന സന്തോഷം ഈ ലോകം തരുന്നത് പോലെയല്ല, യഥാർത്ഥ സന്തോഷം. ആ സന്തോഷം അനുഭവിക്കുവാൻ എനിക്കിടയായി. അതിനുശേഷം യേശുവിനെക്കുറിച്ച് അറിയുവാനും യേശുവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും എനിക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ജീസസ് എന്ന ഒരു ചർച്ചിൻ്റെ ഒരു പ്രോഗ്രാം പേപ്പറിലൂടെ എനിക്ക് കാണുവാനിടയായി. അങ്ങനെ ഞാൻ ആ സഭയിലേക്ക് കടന്നു പോയപ്പോൾ ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്ന, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയിൽ എനിക്കായിത്തീരുവാൻ കഴിഞ്ഞു. യഥാർത്ഥ ദൈവം, അതായത് പണ്ട് വിശ്വസിച്ചിരുന്നത് ഒരു ദൈവം ഒരു കല്ലിൽ വസിക്കത്തില്ല എന്ന ഒരു സങ്കല്പത്തിലായിരുന്നു ഞാൻ. അതിനുശേഷം ഇങ്ങനെ ഒരു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയിൽ എനിക്ക് കടന്നു വരുവാൻ പറ്റി. യേശു ദൈവം പറയുകയാണ്, ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഈ സഭയിൽ കടന്നു വന്നപ്പോൾ എനിക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ തുടങ്ങി. യേശുവിൻ്റെ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഉടമയായി തീരുവാൻ എനിക്ക് കഴിഞ്ഞു. ദൈവത്തിൻ്റെ ദാസൻ്റെ കൂടെ പോകുവാനും എനിക്ക് കിട്ടിയ സമാധാനം, എനിക്ക് കിട്ടിയ സന്തോഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ കർത്താവ് എനിക്ക് ദൈവദാസനിലൂടെ ഇടവരുത്തി. ദൈവദാസൻ്റെ കൂടെ പോകുവാനും അനുഷ്ഠൻ്റെ കൂടെ പോയി ദൈവത്തിൻ്റെ വേല ചെയ്യുവാനും എനിക്ക് ദൈവം ഒത്തിരി കൃപ തന്നു. കർത്താവിൻ്റെ വചനം പറയും, ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അതെ, എൻ്റെ ഒരു നീതി പ്രവൃത്തികൾ കൊണ്ടല്ല, എൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ ഞാനൊരു നീതിമാനായിരുന്നില്ല. പക്ഷേ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ എന്നെ കർത്താവ് നീതീകരിച്ചു. ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ എൻ്റെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുവാൻ തുടങ്ങി. ആ കൃപയാൽ എനിക്ക് അനേകർക്ക് യേശുവിനെക്കുറിച്ച് പറയുവാനും കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും യേശു അനേകരെ സൗഖ്യമാക്കുവാനും തുടങ്ങിയത് കണ്ടപ്പോൾ എനിക്ക് കർത്താവിനോട് ഒത്തിരി അടുക്കുവാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിന് ഒത്തിരി മാറ്റങ്ങൾ കടന്നു വന്നു. ആ ഇടയ്ക്കാണ് ഹോപ്പ് ഇൻ ജീസസിൻ്റെ പവർ ഇവാഞ്ചലിസം, ദൈവത്തിൻ്റെ ഒരു 10 ദിവസത്തെ പ്രോഗ്രാം എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞത്. ആ ഒരു കൂട്ടായ്മയിൽ ഞാൻ പങ്കെടുക്കുവാൻ തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ ഒരു സ്നേഹം എന്നിലേക്ക് ഒഴുകുവാൻ തുടങ്ങി.
ഒരു സ്വർഗീയ സന്തോഷമായിരുന്നു. ആ 10 ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ വചനത്താലുള്ള ഒരു അഭിഷേകം എന്നിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. ആ അഭിഷേകം എന്നെ കൂടുതൽ കർത്താവിലോട്ട് അടുപ്പിച്ചു. കർത്താവിന് വേണ്ടി കൂടുതൽ ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഒത്തിരി കൃപ തന്നു. ഇന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ വേലയിലാവുന്നു. എൻ്റെ കൂടെ ഒത്തിരി സഹോദരന്മാരുണ്ട്. ഞാനൊരു ഹിന്ദു മതത്തിലാണ് ജനിച്ചിരുന്നെങ്കിലും മതമല്ല, മതം മനുഷ്യനുണ്ടാക്കിയതാണെന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇത് മറ്റുള്ളവരേക്ക് പകരുവാനും യേശു യഥാർത്ഥ ദൈവമാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുവാനും ദൈവം എനിക്ക് ഒത്തിരി കൃപ തന്നിരിക്കുന്നു. അതുകൂടാതെ ഞങ്ങളിപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒത്തിരി എന്നെപ്പോലെയുള്ള യൂത്ത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളിൽ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചവരുണ്ട്, മറ്റുള്ള കുടുംബങ്ങളിൽ അതായത് ക്രിസ്തു മതത്തിൽ ജനിച്ച് വളർന്ന വ്യക്തികളുണ്ട്. അതുകൂടാതെ മുസ്ലിം മതത്തിൽ ജനിച്ചു വളർന്ന വ്യക്തികളുണ്ട്, അനേക ജാതിയിൽപ്പെട്ട യുവാക്കളുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്നും മതമില്ല. യേശു എന്ന സത്യദൈവത്തെ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ അറിയിക്കുവാൻ ദൈവം ഒത്തിരി കൃപ ഞങ്ങൾക്ക് തന്നു. ഞങ്ങളിൽ കന്നഡ സംസാരിക്കുന്നവരുണ്ട്, തമിഴ് സംസാരിക്കുന്നവരുണ്ട്, അതുകൂടാതെ മലയാളി സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ജാതി ഭേദമില്ല, ഞങ്ങൾക്കൊരു മതഭേദമില്ല. മതം മനുഷ്യനുണ്ടാക്കിയതാണെന്നുള്ളൊരു യഥാർത്ഥ അറിവ് ഞങ്ങൾക്ക് ലഭിച്ചു. ഇന്ന് ഞങ്ങൾ യേശുവിനെ പ്രഘോഷിക്കുന്നു. ആ യേശു സത്യദൈവമാണെന്ന് ഞങ്ങൾ ഈ ലോകത്തിൽ അറിയിക്കുന്നു. കാരണം ഈ ലോകത്തിന്, ഈ ശാസ്ത്രത്തിന് ചെയ്യുവാൻ കഴിയാത്തത് യേശു ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേകരെ യേശു സൗഖ്യമാക്കുന്നു, അനേക രോഗങ്ങൾ യേശു സൗഖ്യമാക്കുന്നു. ആ ദൈവത്തെ ഞങ്ങൾ ഈ ലോകത്തോട് അറിയിക്കുന്നു. എനിക്ക് ഇന്ന് അനേകരോട് പറയുവാൻ സാധിച്ചതിൽ ഞാൻ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഇപ്പോൾ ഞാൻ ഇതിലൂടെ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, ഈ ലോകത്തിൽ നശിച്ചു പോകുവാനല്ല കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. കർത്താവ് ഈ ലോകത്തിൽ നമ്മളെ യേശുവിനെ കുറിച്ച് പറയുവാനാണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. അനേക സഹോദരന്മാർ ഇന്ന് ലോകത്തിൻ്റെ പാപങ്ങളിലും വീണ് കുടുംബത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ത്യാഗം ചെയ്യുമ്പോൾ ഞാനും ആ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പക്ഷേ യേശു വന്നപ്പോൾ എനിക്ക് ഒത്തിരി സമാധാനം, ഒത്തിരി സന്തോഷം അനുഭവിക്കുവാൻ പറ്റി. ഇന്ന് ഞാൻ യേശുവിൽ ഒത്തിരി സന്തോഷം അനുഭവിക്കുന്നു. എൻ്റെ വീട്ടിലുള്ളവർക്കോ അല്ലെ എൻ്റെ സുഹൃത്തുക്കൾക്കോ തരാൻ പറ്റാത്തത് കർത്താവ് എനിക്ക് തന്നു. ആ സന്തോഷത്തിലായിരിക്കുമ്പോൾ ഈ സന്തോഷം മറ്റുള്ളവരെ അറിയിക്കണം. ഈ ദൈവം വചനം പറയുന്നു, നിങ്ങൾക്ക് സന്തോഷമായിട്ട് യേശു ജനിച്ചിരിക്കുന്നത്. യേശു ഈ ലോകത്തിന് വെളിച്ചമായി ജനിച്ചിരിക്കുന്നു. ആ വെളിച്ചം ഈ ലോകത്തിലേക്ക് പകരുവാനും യേശു ക്രിസ്തുവിൽ ജീവിക്കുവാനും യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശക്തിയും മനസ്സിലാക്കുവാൻ എല്ലാ സഹോദരങ്ങളോടും ഞാനിപ്പോൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ മാനവമഹത്വം അങ്ങേക്ക്, യേശുവിന് മാത്രം, യേശുവിൻ്റെ നാമത്തിൽ. Welcome back. വീണ്ടും സ്വാഗതം. Let's turn our Bibles to Luke chapter 5 verse 32. ലൂക്കോസ് 5:32 വരിക. The Bible says, വേദപുസ്തകം പറയുന്നു, I came not to call the righteous but sinners unto repentance. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നു. We understood that we are in a war. നാം ഒരു യുദ്ധത്തിലായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നാം There are മനസ്സിലാക്കി. two kingdoms, the kingdom of God and the kingdom of the devil. രണ്ട് രാജ്യമുണ്ട്, പിശാചിന്റെ രാജ്യം, ദൈവരാജ്യം. We are fighting against a defeated enemy. നാം പരാജയപ്പെട്ട ഒരു ശത്രുവിനോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. But the reason why we are learning this is not to be ignorant of the schemes of the devil. എന്നാൽ നാം ഇങ്ങനെ പഠിക്കുന്നത് പിശാചിന്റെ തന്ത്രങ്ങളെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നാം പഠിച്ചു. And we will be victorious according to 2 Corinthians 2:11. 2 കൊരിന്ത്യർ 2:11 അനുസരിച്ച് നാം ജയാളികളായിരിക്കും. And in this episode we are going to learn how do we become the part of God's army. എന്നാൽ ഈ എപ്പിസോഡിൽ ദൈവത്തിന്റെ സൈന്യത്തിലെ ഒരു അംഗമായി തീരുന്നത് എങ്ങനെയെന്ന് നാം പഠിക്കുവാൻ പോകുന്നു. In the natural world, when somebody joins the military or the army, ഭൗതിക ലോകത്തിലെ ഒരു മിലിറ്ററിയിലെ ഒരു വ്യക്തി ചേരുമ്പോൾ he denies everything which he was attested to prior to becoming part of that army. അദ്ദേഹം ആ ആർമിയിൽ അംഗമാകുന്നതിന് മുൻപ് ഈ ഭൗതിക ലോകത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വിച്ഛേദിക്കപ്പെടും. And he gets separated and he moves into that army. അതിൽ നിന്നും വേർതിരിക്കപ്പെട്ടാണ് സൈന്യത്തിലേക്ക് കടക്കുന്നത്. You know, in my Bangalore church, എന്റെ ബാംഗ്ലൂർ ചർച്ചില് one of her sister has her brother working in the army. ഒരു സഹോദരൻ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. And she is very sad that after he got into the army, അവർ വളരെ ദുഃഖത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ ആ സഹോദരൻ ആർമിയിൽ ചേർന്നതിന് ശേഷം he never opens his heart and talks to her. അദ്ദേഹത്തിന്റെ ഹൃദയം തുറന്ന് അവരോട് സംസാരിക്കാറില്ല. I said, it is
is fine because that's what they teach him in an army. ഞാൻ ഇപ്രകാരം അവരോട് പറഞ്ഞു, അവർ അങ്ങനെ ഒരു സൈന്യത്തിലെ അംഗമായി തീരുമ്പോൾ അപ്രകാരമാണ് അവരെ പഠിപ്പിക്കുന്നത്. You know, they are for the war, they are for the country. എന്തുകൊണ്ടെന്നാൽ അവർ രാജ്യത്തിന് വേണ്ടി And they വേർതിരിക്കപ്പെട്ടവരാണ്. keep secrets to their heart. That's why they are part of the army. അതുമാത്രമല്ല, അങ്ങനെ അതിനെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ അവർ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ സൈന്യത്തിന്റെ അംഗമായി തീരുന്നത്. Similarly, അതുപോലെ തന്നെ when we become part of God's army, നാം ദൈവത്തിന്റെ സൈന്യത്തിലെ അംഗമായി a തീരുമ്പോൾ sudden change happens in our life. പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം And സംഭവിക്കുകയാണ്. we become separated from the world belonging to God's army. നാം ലോകത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരായി ദൈവ സൈന്യത്തിന്റെ അംഗമായി തീരുകയാണ്. This happens through repentance. ഇത് മാനസാന്തരത്തിലൂടെയാണ് സംഭവിക്കുന്നത്. The Bible says in Acts 11:18, അപ്പോസ്തലപ്രവൃത്തികൾ 11:18 then God also to Gentiles granted repentance unto life. ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും, ജാതികൾക്കും മാനസാന്തരത്തെ കൊടുത്തു എന്ന്. Acts chapter 5 verse 31. അപ്പോസ്തലപ്രവൃത്തികൾ 5:31. Him had God exalted with his right hand to be a prince and a savior for to give repentance. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായ രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. Why is repentance so important? എന്തുകൊണ്ടാണ് മാനസാന്തരം വളരെ പ്രാധാന്യതയുള്ളത്? Number one and most importantly because God commanded it. ഒന്നാമത് ദൈവം അതങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. Acts chapter 17 verse 30. അപ്പോസ്തലപ്രവൃത്തികൾ 17:30. But now God commands all men everywhere to repent. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. Second, the Bible says the importance of repentance is to avoid spiritual death. രണ്ടാമത് നാം മാനസാന്തരപ്പെടേണ്ടത് ആത്മീക മരണത്തിൽ നിന്നും നാം മാറിപ്പോകേണ്ടതിന് വേണ്ടിയിട്ടാണ്. Luke chapter 13 verse 3, the Bible says, repent ye or else you shall perish. ലൂക്കോസ് 13:3, അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെ നശിച്ചു പോകും. Third, മൂന്നാമത് repentance is very necessary for eternal life. നിത്യ ജീവനായിട്ട് മാനസാന്തരം അത്യന്താപേക്ഷിതമായിരിക്കുന്നു. Acts 11:18, അപ്പോസ്തലപ്രവൃത്തികൾ 11:18 the Bible says, വേദപുസ്തകം പറയുന്നു, when they had heard these things, they held their peace and glorified God, saying, then hath God also to Gentiles granted repentance unto life. അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. Eternal life is only for people who repent. മാനസാന്തരപ്പെടുന്നവർക്ക് മാത്രമാണ് നിത്യജീവൻ ലഭിക്കുന്നത്. Number 4, repentance. Through repentance, your sins are forgiven. നാലാമതായി മാനസാന്തരപ്പെടുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടും. The Bible says in Acts 2:38, അപ്പോസ്തലപ്രവൃത്തികൾ 2:38 repent and be baptized in the name of Jesus for the remission of your sins. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവിനെന്ന് പറഞ്ഞിരിക്കുന്നു. Number 5, അഞ്ചാമതായി it is God's desire for all that you and me are repent. ദൈവത്തിന്റെ ഇഷ്ടമാണ് നാം എല്ലാവരും മാനസാന്തരപ്പെടണം. 2 Peter 3:9, 2 പത്രോസ് 3:9 the Lord is long suffering to us, not willing that anyone should perish, but all should come to repentance. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. Number 6, the very reason that Jesus came into this world is for our repentance. ആറാമത്, യേശു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന് Luke വേണ്ടിയിട്ടാണ്. 5:32 says that. ലൂക്കോസ് 5:32 അത് പറയുന്നു. Number 7, ഏഴാമത്, repentance is necessary to enter or be part of God's kingdom. ദൈവ രാജ്യത്തിൽ കടക്കുവാനായി മാനസാന്തരം ആവശ്യമായിരിക്കും. Matthew 4:17, മത്തായി 4:17 the Bible says, വേദപുസ്തകം പറയുന്നു, from that time Jesus began to preach and to say, repent for the kingdom of God is at hand. അന്നു മുതൽ യേശു പ്രസംഗിച്ചു തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, ദൈവ രാജ്യം സമീപിച്ചിരിക്കുന്നു. When you become part of the kingdom of God, automatically you become part of God's army. നാം ദൈവ രാജ്യത്തിന്റെ ഒരു ഭാഗമായി തീരുമ്പോൾ നാം ദൈവത്തിന്റെ സൈന്യത്തിലെ അംഗമായി തീരുകയാണ്. Repentance makes you ask for forgiveness, മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ പാപക്ഷമയെ കൊണ്ടുവരും, which brings a conversion in your life. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു കൺവേർഷൻ കൊണ്ടുവരും. I'm not talking about a religious conversion.
ഞാൻ പറയുന്ന ഒരു മതപരമായ ഒരു മാറ്റത്തെക്കുറിച്ചല്ല I'm not പറയുന്നത്. talking about a caste conversion. ഒരു ജാതിയിൽ നിന്നൊരു മാറ്റത്തെക്കുറിച്ചല്ല ഞാൻ I'm പറയുന്നത്. talking about a supernatural conversion which you take when you are forgiven and when you repent and when God fills your life with the Holy Spirit. ഞാൻ പറയുന്നത് ഒരു പ്രകൃത്യാതീതമായ ഒരു മാറ്റമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. Because the Bible says in Luke 1:16 എന്തുകൊണ്ടെന്നാൽ ലൂക്കോസ് 1:16 പറയുന്നു, and Acts 9:35 അപ്പോസ്തലപ്രവൃത്തികൾ 9:35 and Acts 11:21 അപ്പോസ്തലപ്രവൃത്തികൾ 11:21 many turned to the Lord and they were saved. അനേകർ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിച്ചു. So conversion means you were walking to a path which the devil drew for you. You stopped there and you turned around back to God. That's what the biblical conversion means. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാറ്റം എന്നത് നിങ്ങൾ പിശാചിന്റെ രാജ്യത്തിൽ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നതിൽ നിന്ന് മാറി നിങ്ങൾ ദൈവ രാജ്യത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നതാണ്. 4 things that you turn around back. 4 കാര്യത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. Acts 26:18 അപ്പോസ്തലപ്രവൃത്തികൾ 26:18 you are turning from darkness to light. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തിരിയുന്നു. Again Acts 26:18 വീണ്ടും അപ്പോസ്തലപ്രവൃത്തികൾ 26:18 you are turning from the power of Satan to God. നിങ്ങൾ പിശാചിന്റെ ശക്തിയിൽ നിന്നും നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുകയാണ്. Acts 14:15 അപ്പോസ്തലപ്രവൃത്തികൾ 14:15 you are taking a U-turn from the things of the world to the spiritual things of God. നിങ്ങൾ ലോകത്തിലെ കാര്യങ്ങളിൽ നിന്നും ദൈവത്തിന്റെ അടുക്കിലേക്ക് ആത്മീക കാര്യത്തിലേക്ക് നിങ്ങൾ തിരിയുകയാണ്. 1 Thessalonians 1:9 1 തെസ്സലോനിക്കർ 1:9 you are turning from the idol worship to worshiping the real God in spirit and truth. നിങ്ങൾ വിഗ്രഹാരാധനയിൽ നിന്നും ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലേക്ക് നിങ്ങൾ വരികയാണ്. So when repentance happens, മാനസാന്തരം വരുമ്പോൾ, when forgiveness of sins happens and you are converted, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുമ്പോൾ, justification happens. നിങ്ങളുടെ ജീവിതത്തിൽ നീതീകരണം The വരികയാണ്. Bible says in John 3:18 to 19 യോഹന്നാൻ 3:18 മുതൽ 19 വരെ, once you believe in Jesus you have eternal life. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. Romans chapter 6 verse 16 to 18 റോമർ 6:16 മുതൽ 18 വരെ, through Jesus you are justified freely and made righteous. യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി നിങ്ങൾ നീതീകരിക്കപ്പെടുകയാണ്. When these things happen in your life, ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ you സംഭവിക്കുമ്പോൾ are part of God's army. നിങ്ങൾ ദൈവത്തിന്റെ സൈന്യത്തിന്റെ ഒരു ഭാഗമായി. My dear brother and sister, എന്റെ പ്രിയ സഹോദര to be victorious in a spiritual warfare, ആത്മീക പോരാട്ടത്തിൽ ഞങ്ങൾ ജയാളികളായി number 1, തീരണമെങ്കിൽ, believe in Jesus. ഒന്നാമത് നിങ്ങൾ യേശുക്രിസ്തുവിൽ Number 2, വിശ്വസിക്കുക. repent. രണ്ടാമത് മാനസാന്തരം. Be water baptized. നിങ്ങൾ വെള്ളത്തിൽ Be സ്നാനമെടുക്കുക. filled with the Holy നിങ്ങൾ Spirit പരിശുദ്ധാത്മനാൽ നിറയപ്പെട്ടവരായി and തീരുക. experience the righteousness of Jesus. യേശുവിന്റെ നീതീകരണത്തെ നിങ്ങൾ അനുഭവിക്കുക. And you will start seeing victories in your spiritual war. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആത്മീക പോരാട്ടത്തിൽ നിങ്ങൾ ജയാളികളായി തീരുന്നത് കാണുവാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. Amen. Shall we Amen. close our eyes and look to the Lord in prayer? നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയിൽ ദൈവമുഖം അന്വേഷിക്കാം. Loving Lord Jesus, സ്വർഗ്ഗസ്ഥനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, Father, as we pray right now, പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ we want to പ്രാർത്ഥിക്കുന്നു. be part of God's kingdom. ഞങ്ങൾക്ക് ദൈവ രാജ്യത്തിൽ ആയിരിക്കണം. As I pray for my dear brothers and sisters, ഞങ്ങൾ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി let പ്രാർത്ഥിക്കുന്നു. everybody be part of God's kingdom. എല്ലാവരും ദൈവ രാജ്യത്തിന്റെ ഒരു ഭാഗമായി Father, തീരട്ടെ. right now touch them. ഇപ്പോൾ ഇവരെ സ്പർശിക്കണം Let ദൈവമേ. them know who the real Jesus is. യേശു ആരായിരിക്കുന്നു വാസ്തവമായി അവർ അറിയട്ടെ. Let repentance come into their ഇവരുടെ lives. ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകട്ടെ. Let them turn from darkness to light. ഇവർ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് തിരിയട്ടെ. Turn from the powers of darkness to God. എല്ലാ അന്ധകാരത്തിന്റെ ശക്തികളിൽ നിന്നും മാറി ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. Turn from the world to seeking Jesus. ലോകത്തിൽ നിന്നും തിരിഞ്ഞ് യേശുവിനെ അന്വേഷിക്കുന്നവരായി തീരട്ടെ. Dear brother and sister, പ്രിയ സഹോദര സഹോദരി, if you are willing to give your life to Jesus, നിങ്ങളുടെ ജീവിതത്തെ യേശുവിന് വേണ്ടി നിങ്ങൾ കൊടുക്കുവാൻ if you want to be victorious in your life, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജയാളിയായിരിക്കണമെന്ന് just say, ആഗ്രഹിക്കുന്നു. Jesus, come into my life. നിങ്ങൾ യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് Jesus, പറയുക. come into my life. യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് Forgive പറയുക. my sins. എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. Repent before God. ഓ ദൈവത്തിന്റെ മുൻപാകെ നിങ്ങൾ മാനസാന്തരപ്പെടുക. Take a decision to be water baptized. ഇന്നൊരു തീരുമാനമെടുക്കുക, ഞാൻ വെള്ളത്തിൽ To സ്നാനമെടുക്കുമെന്ന്. find out a good church. നിങ്ങൾ നല്ലൊരു സഭയെ നിങ്ങൾ To കണ്ടുപിടിക്കുക. worship God in spirit and truth. അങ്ങനെ നിങ്ങൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും To be ആരാധിപ്പാനായി filled തീരുമാനിക്കുക. with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ And നിറയപ്പെട്ടവരായി you will be തീരുക. victorious, my dear brother. എന്റെ പ്രിയ സഹോദര, അങ്ങനെയെങ്കിൽ നിങ്ങൾ ജയാളികളായി തീരും. Father, all the blocks created by the devil against their salvation, we rebuke it in the name of Jesus. ഇവരുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ള പിശാച് കൊണ്ടുവന്ന എല്ലാത്തെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. Right now, ഇപ്പോൾ തന്നെ in the name of Jesus, യേശുവിന്റെ നാമത്തിൽ let it happen. സംഭവിക്കട്ടെ. Let it happen. അത് Let സംഭവിക്കട്ടെ. it happen. അത് സംഭവിക്കട്ടെ. Thank you, Jesus. നന്ദി യേശു. Thank you, Father. നന്ദി പിതാവേ. We pray for the sick people. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Let their sickness be healed in the name of Jesus. എല്ലാ രോഗങ്ങളും സൗഖ്യമായി Let the healing power of Jesus move from head to toe right സൗഖ്യമാക്കുന്ന now. ശക്തി ഇപ്പോൾ തല മുതൽ പാദം വരെ വ്യാപരിക്കട്ടെ. Right now. ഇപ്പോൾ തന്നെ. Right now. ഇപ്പോൾ In the തന്നെ. name of യേശുവിന്റെ Jesus. നാമത്തിൽ Receive your healing. ഇപ്പോൾ നിങ്ങളുടെ സൗഖ്യത്തെ പ്രാപിക്കാം. Receive your healing. നിങ്ങളുടെ സൗഖ്യത്തെ ഇപ്പോൾ Just പ്രാപിക്കാം. stand up, use the authority and rebuke the sickness in the name of Jesus. എഴുന്നേറ്റ് നിന്ന് ദൈവം നിങ്ങൾക്ക് തന്ന അധികാരത്തെ ഉപയോഗിച്ച് നിങ്ങൾ രോഗത്തെ ശാസിക്കാം. Rebuke the sickness. രോഗത്തെ ശാസിക്കാം. Rebuke the schemes of the devil. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാം. I pray for families കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. having quarrels between husband and wife. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും Let the love of God fill them. ദൈവ സ്നേഹം അവരുടെ ജീവിതങ്ങളിൽ ഇറങ്ങി വരട്ടെ. Fill them. ഇപ്പോൾ അവരെ നിറയ്ക്കണം. Fill them. ഇപ്പോൾ അവരെ Fill നിറയ്ക്കണം. them. അവരെ നിറയ്ക്കണം. Let it happen in the name of ഇപ്പോൾ Jesus. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. Let there be blessings. അവരുടെ ജീവിതങ്ങളിൽ Let അനുഗ്രഹം them have വരട്ടെ. peace, അവർക്ക് സമാധാനം joy, ഉണ്ടായിരിക്കട്ടെ. and സന്തോഷം. let their finances be prosperous. ഇവരുടെ സാമ്പത്തികമായ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. Let them be blessed, Lord. ഇവർ Let the അനുഗ്രഹിക്കപ്പെടട്ടെ. children be blessed. ഇവരുടെ തലമുറ Let അനുഗ്രഹിക്കപ്പെടട്ടെ. people around them also be blessed. ഇവരുടെ ചുറ്റുമുള്ള എല്ലാവരും We give you all the അനുഗ്രഹിക്കപ്പെടട്ടെ. glory and honor. എല്ലാ മാനവും മഹത്വം അവിടത്തേക്ക് തരുന്നു. In the name of Jesus we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ. ആമേൻ. We are in a war. നാം ഒരു യുദ്ധത്തിലായിരിക്കുന്നു. The defeated devil is our enemy. പരാജയപ്പെട്ട പിശാചാണ് നമ്മുടെ ശത്രു. But we are learning his scheme so that we will be always victorious because our commander-in-chief Jesus is victorious. എന്നാൽ പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് ജയാളിയായി തീരുവാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ യുദ്ധവീരനായ നമ്മുടെ കർത്താവായ യേശു ജയാളിയായിരിക്കട്ടെ. Amen. ആമേൻ. And amen. ആമേൻ.